ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നഗനയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ ട്രെയിലർ യൂട്യൂബിൽ വൻ തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 6 മില്യണിലധികം യൂട്യൂബ് വ്യൂസ് യൂട്യൂബ് കൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പിന്നിട്ട എമ്പുരാന്റെ മലയാളം ട്രെയിലർ ഇപ്പോഴത്തെ 1 കോടി യൂട്യൂബ് വ്യൂസ് ലക്ഷ്യമിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ അടുത്തൊരു റെക്കോർഡ് അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുന്ന BMS റെക്കോർഡാണത്. ബുക്ക് മൈ ഷോയിലെ 3 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് കിടക്കുന്ന ആദ്യ മലയാളം സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ 2 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ആടുജീവിതം, ഒപ്പം തന്നെ മരിക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകൾ മറികടന്നിരുന്നു. ഇപ്പോഴത്തെ 3 ലക്ഷം ഇൻട്രസ്റ്റ് എന്ന മൈൽ സ്റ്റോൺ നേട്ടത്തിലേക്ക് എമ്പുരാൻ എത്തപ്പെട്ടിരിക്കുകയാണ്. വൈകാതെ 3,50,000 കടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തിയേറ്റർ റിലീസിന് ഇനിയും ഒരാഴ്ചയോളം ബാക്കിയുള്ളപ്പോൾ 4 ലക്ഷം ഇൻട്രസ്റ്റ് കടന്നാലും അത്ഭുതപ്പെടാനായിട്ടില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ തരംഗത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ. ഏകദേശം ഒരാഴ്ച മുന്നേ ഒരു അപ്ഡേറ്റും ഇല്ലാതിരുന്ന സമയത്ത് നിന്ന് ഇപ്പോഴത്തെ അപ്ഡേറ്റുകളിൽ നിന്ന് അപ്ഡേറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എമ്പുരാനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിലർ റിലീസായതോടെ പല ഡീകോഡിങ്ങും അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ചുള്ള കഥകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സുകളിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പല കാലങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ട്രെയിലർ വന്നതിന് ശേഷം ഭൂരിഭാഗം കമന്റുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ടൊവിനോ സിനിമയിൽ വില്ലനായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. ലൂസിഫറിൽ പറഞ്ഞ ദൈവപുത്രൻ വില്ലനായിട്ട് മാറുമ്പോൾ അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാതിരിക്കുമ്പോൾ ഖുറേഷ് അല്ലെങ്കിൽ സ്റ്റീഫൻ ദൈവപുത്രനെ ഉപദേശിക്കാനായിട്ട് നാട്ടിലേക്ക് വരുന്ന രംഗങ്ങളെല്ലാം തന്നെ സിനിമയിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ആരാധകരുടെ മനസ്സിലുള്ളത്. ഇതിനിടയിൽ തമാശ രൂപേണയാണെങ്കിലും ഏറ്റവും അവസാനം ഖുറേഷിക്കൊപ്പം വലങ്കയായിട്ട് നിൽക്കുന്ന സയ്യിദ് മസൂദ് കട്ടപ്പയായിട്ട് മാറുമോ, പിന്നിൽ നിന്ന് ലാലേട്ടനെ കുത്തുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ ടൊവിനോ വില്ലൻ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോയാലും പൃഥ്വിരാജ് വില്ലനായി മാറാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. ഇനി ലൂസിഫറിന്റെ 3ാം ഭാഗത്തിൽ പൃഥ്വിരാജ് വസിസ് ലാലേട്ടൻ പോരാട്ടം കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കുമോ, എമ്പുരാന്റെ ക്ലൈമാക്സ് തുടങ്ങിയ ചോദ്യങ്ങളും കമന്റ് ബോക്സിലെല്ലാം തന്നെ കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ആവേശത്തോടെ എമ്പുരാൻ വരുന്ന മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിൽ കാണുവാനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.